ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് 10-25 ദിവസമായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മടി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാ കാര്യത്തിലും എനിക്കൊരു മടിയാണ് ഇപ്പം. പക്ഷേ തിന്നുന്ന കാര്യത്തിൽ മാത്രം ഒരു മടിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു പുതിയൊരു കണ്ടൻറ്റായിട്ട് വന്നിരിക്കുകയാണ്. കണ്ടല്ല, ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് തട്ടി ഒന്ന് അനക്കിയിട്ട് എന്നാൽ മാത്രമേ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുള്ളൂ. നാക്കൊക്കെ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ ആയി പോകുന്നു. ഡെയിലി നാക്ക് പിടിക്കുന്നതല്ലേ എനിക്ക്. അപ്പം നമുക്ക് നാളെ തൊട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും കണ്ടന്റ് ഇന്ന് വഴുതി മാറുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഫോണാണ് ഗൈസ്. ഞാൻ ഇത്രയും വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ. ഒരു ഏകദേശം 5 വർഷമായിട്ടുണ്ട് ഞാൻ ഈ ഫോൺ വാങ്ങിച്ചിട്ട്. ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ കോലം കണ്ടല്ലോ ഗൈസ്. ഈ ഫോൺ റെഡ്മിയുടെ നോട്ട് 8 Pro എന്ന് പറയുന്നൊരു ഫോണാണിത്. ഇറങ്ങിയ സമയത്ത് കത്തുന്ന സമയത്ത് വാങ്ങിച്ച സാധനമല്ല കേട്ടോ. പക്ഷേ അടിപൊളി ഫോണാണ്. ഇപ്പോഴും ഒരു കുഴപ്പമൊന്നുമില്ല. സ്ക്രീനും അങ്ങനെയൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കൊക്കെ ഇങ്ങനെ പൊട്ടി. അതെന്ന് വെച്ചാൽ ഞാൻ ഫുഡ് ഡെലിവറിക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ആയിപ്പോയത്. പക്ഷേ നല്ല അടിപൊളി ഫോണാണ്. ഇത്രയും വർഷം 5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ ഫോൺ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും വർഷമായില്ലേ, നമ്മളൊരു അപ്ഡേഷനിലോട്ട് പോകാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ തീരുമാനിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഫോണൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് വീഡിയോ ആകണമെന്ന് എനിക്കൊരു ഇതില്ലായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെന്തായാലും വിചാരിച്ചു കുറേ ദിവസമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ വേറൊരു രീതിയിലൊക്കെ പിന്നെയും തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ കണ്ടൻറ്റ് എന്തായാലും ഇടാമെന്ന് വിചാരിച്ച് യൂട്യൂബ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തേക്കുന്ന വീഡിയോ വീഡിയോ അല്ലേ, എടുത്തേക്കുന്ന ഫോൺ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഫോണാണ് ഗൈസ്. എനിക്ക് എൻ്റെ ഒരു പർപ്പസിന് പറ്റിയ ഫോണാണെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. അപ്പോൾ എന്തായാലും ഏത് ഫോണാണെന്ന് വെച്ചാൽ ഈ ഫോൺ ഓപ്പോയുടെ F27 Pro Plus 5G എന്ന് പറയുന്നൊരു ഫോണാണ് കേട്ടോ. ഇന്ത്യാസ് ഫസ്റ്റ് മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ എന്നൊക്കെയാണ് ഓപ്പോ ഇതിന് വിശേഷിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് വരുമ്പോൾ അറിയാം ഗൈസ് എന്തുവാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ഫോൺ എടുത്തത്. എൻ്റെ ഒരു പർപ്പസിന് പറ്റിയ ഫോൺ ആണെന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ ഇത് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് ഡെലിവറിക്കൊക്കെ പോകുന്നതല്ലേ, ഈ മഴയും അതൊക്കെ നമുക്ക് ഈ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കവറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഗൈസ്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബിൽ കണ്ടായിരുന്നു ഇത് ഇറങ്ങിയ സമയത്തൊക്കെ. അപ്പം തന്നെ ഞാൻ വിചാരിച്ച് ഇത് തന്നെ എടുക്കാം. പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഗെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കളിക്കാറൊന്നുമില്ല. എനിക്ക് ഇതിൻ്റെ ഒരു ഫുഡ് ഡെലിവറിക്ക് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എനിക്ക് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ ഉപയോഗിക്കാം, താഴെയൊന്നും വീണ പൊട്ടത്തിലെന്നൊക്കെയാണ് ഓപ്പോ വിശേഷിക്കുന്നത്. അത് മാത്രമല്ല കുറേ യൂട്യൂബേഴ്സൊക്കെ കുറേ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും റിവ്യൂ ഞാൻ കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 29,999 വരെ ആയിട്ടുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാൽ 30,000 റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 30,000 ആയിട്ടുണ്ട്. ഈ ഫോൺ 8GB 256 എന്ന വേരിയൻ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. മമ്മി ഒന്നും മിണ്ടായിരുന്നു മമ്മി, ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിലില്ല മമ്മി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം കേട്ടോ. ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ കവർ കാണുമ്പോൾ തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഓപ്പോ F27 Pro Plus 5G. ഇവിടെ F27 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓപ്പോയുടെ.
പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് 8 GB 256 ആണ് ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഡസ്ക് പിങ്ക് എന്നാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന കളറൊന്നും നോക്കിയില്ല. ഞാൻ എടുത്തത് അവിടെ പോയി സാധനം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത്. അപ്പോൾ എന്തായാലും താളം ഓടിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ബോക്സ് തുറക്കാം കേട്ടോ. ഇത് ഓൾറെഡി അവർ വാങ്ങിച്ചപ്പോൾ തന്നെ ബോക്സ് പൊട്ടിച്ചിട്ട് സിമ്മൊക്കെ ഇട്ട് ആക്റ്റീവ് ആക്കിയാണ് കേട്ടോ തന്നത്. അപ്പോൾ എന്തായാലും അൺബോക്സിങ് ആകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പൊട്ടിച്ചൊന്ന് കാണിക്കണമല്ലോ, അതല്ലേ ഒരു അൺബോക്സിങ് ഏത്. അപ്പോൾ നമുക്ക് പോവാം. വേണ്ട അപ്പോൾ വേണ്ട ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മളെ ഓപ്പോയുടെ ഫോൺ ഇവിടെ കവർ ചെയ്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ഇതാണ് നമ്മളെ ഫോൺ. ഈ ഫോൺ തൽക്കാലത്തേക്ക് ഇപ്പം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ആണ്ട് ഇതിൻ്റെ ഒരു കേസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു TPUവിൻ്റെ പോലെ TPU കേസ് കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കേസ് വരുന്നുണ്ട്. പിന്നെ നമ്മളാ ഒരു സിം എഡിറ്റിംഗ് ടൂള് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്തുവാ അതിനകത്ത് ഒട്ടിക്കാനുള്ളതെന്ന് തോന്നുന്നു, സ്ക്രീൻ ഗാർഡ് പോലത്തെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ആ പരിപാടിയും കണ്ട. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാൻ ഞാൻ ഇതിൻ്റെ ടെക്ക് പരമായിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ബോക്സിനകത്ത് ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ കുറേ കണ്ട് മടുത്ത് കാണും, എന്നാൽ പോലും കണ്ടോന്നേ ഇരിക്കട്ടെ, വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വരുന്നത് ചാർജർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഓപ്പോ ഇതിനകത്ത് ചാർജർ നമുക്ക് തരുന്നുണ്ട്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കണം. 80 വാട്ട്സ് എന്നൊക്കെ പറയുന്നത് ഫാസ്റ്റ് ചാർജർ ആണല്ലോ. അപ്പോൾ എന്തായാലും വേണ്ട ചാർജർ തരുന്നുണ്ട് കേട്ടോ. ചില ഫോണുകളൊന്നും ഇപ്പോൾ ചാർജിങ് അഡാപ്റ്റർ തരുന്നില്ല, ചാർജിങ് കേബിൾ മാത്രമേ തരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് C2C അല്ലെന്ന് തോന്നുന്നു, ഇതിനകത്ത് ഏഡയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ട അഡാപ്റ്റർ കണ്ട നല്ല വെള്ള കളറിലുള്ള ഒരു അഡാപ്റ്റർ 80 വാട്ട്സിൻ്റെ. അപ്പോൾ അതിനുശേഷം കണ്ട നമ്മളെ കേബിള്. ഇനിയിപ്പോൾ കേബിള് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാന്നേ. കണ്ട കേബിള് ഒരു 1.5 മീറ്റർ നീളം വരുന്നൊരു കേബിള്, A2C കേബിൾ. ഇത്രയുള്ള ബോക്സിനകത്ത് വരുന്ന സംഭവങ്ങൾ. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ 3 കാര്യങ്ങളെ വരുന്നുള്ളൂ. ഈ കേബിളും വരുന്നുണ്ട്, ഒരു അഡാപ്റ്ററും വരുന്നുണ്ട്, സിം എഡിറ്റ് ടൂളും വരുന്നുണ്ട്, പിന്നെ ഒരു സാധാ എല്ലാവരും കൊടുക്കുന്ന കണക്കത്തെ ഒരു കേസും കൊടുക്കുന്നുണ്ട്. കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ എടുക്കാം കേട്ടോ. ഇങ്ങനെയുണ്ട് ഗൈസ്, ഇതാണ് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത ഫോൺ. കണ്ട ഓപ്പോയുടെ ഡസ്റ്റ് പിങ്ക് എന്നാണ് ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ കളർ വേരിയൻറ്റിൻ്റെ പേര്. ഞാൻ എന്തായാലും തെറ്റ് പറയുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് IP69 റേറ്റിംഗ് കിട്ടിയ ആദ്യത്തെ ഫോണാണ് കേട്ടോ പറയുന്നത് ഇന്ത്യയുടെ. ഇനിയിപ്പോൾ ഇതിന് പുറകെ എല്ലാ ഫോണും അതൊക്കെ ഇറക്കത്തോളം എന്തായാലും എനിക്കറിയാം. പക്ഷേ എന്തായാലും എനിക്കിത് സംഭവം എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറിക്കൊക്കെ പോകുമ്പം എനിക്ക് ഇങ്ങനത്തെ ഫോണൊക്കെയാണ് ആവശ്യമുള്ളത്. എന്താണെന്ന് വെച്ചാൽ മഴയത്ത് കവറൊന്നും എടുത്തിടണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. ഇനിയിപ്പോൾ കുറച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോണൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. സോറി ഗൈസ്, ഈ ഓണം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പനിയെല്ലാം മാറി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം കേട്ടോ. ഓപ്പോ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഓണാവുന്നില്ലേ? ഓണാവ്. ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പാറ്റേണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, പക്ഷേ താഴെ വീണ പൊട്ടത്തിൽ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഇപ്പോൾ വാങ്ങിച്ച അപ്പം തന്നെ എനിക്ക് ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പിന്നീട് ഒരു 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് തറയിലൊക്കെ ഇട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ ഈ ഒരു യൂസിന് ഈ ഫോൺ അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു ഇതുവരെ ഞാൻ ചിന്തിച്ച് വെച്ചേക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും യൂസ് ചെയ്യുമ്പോൾ അറിയാം. എന്തായാലും ഇതിൻ്റെ
കാര്യങ്ങളെല്ലാം മുൻപോട്ട് ഇനി എന്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ വാങ്ങിക്കുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പണി കിട്ടാറുണ്ട് ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ എൻ്റെ വണ്ടി പിന്നെ സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പണി കിട്ടാറുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളിത് യൂസ് ചെയ്തിട്ട് മുമ്പോട്ട് ഇനി എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു തിരിച്ചുകൊണ്ട് പോകുന്ന അത് റെഡി ആയതെന്നും പറഞ്ഞ്. പക്ഷേ ഈ ഓണം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ 4 ദിവസമായിട്ടുണ്ട് കേട്ടോ തിരിച്ച് കയറ്റി വിട്ടിട്ട്. ഇനി അവർ ബാറ്ററി മാറി തരുമോയെന്നെങ്കിലും എനിക്കറിയത്തില്ല. പക്ഷേ അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അവരിപ്പോൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ അത് കണ്ടൻറ്റിൽ നിന്ന് വഴുതി മറന്നു. അപ്പം കണ്ട് ഇതാണ് ഓവറോൾ ലുക്ക് ഫോണിൻ്റെ. നല്ല രസമുണ്ട്, പിങ്ക് കളർ, കടും പിങ്ക് അല്ല, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു സംഭവം. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫോൺ. നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ ഫോണാണ്. വെയിറ്റ് ഒന്നുമില്ല മമ്മി, ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ്, ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ്. അപ്പം പക്ഷേ എനിക്ക് ഇത്ര നേരം ഉപയോഗിച്ചിട്ട് നമ്മളെ ഈ ഒരു പാടുണ്ടല്ലോ, ഈ പാടൊക്കെ ഈ സ്ക്രീനിൽ പതിയുന്നുണ്ട് കേട്ടോ. ഈ നമ്മളെ ഈ ഇതൊക്കെ അത് സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ പുതിയ ഫോണിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ്ട കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IP69 ആണ്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഒരു മുക്കിയൊക്കെ ഇട്ട് കുറേ ഞാൻ റിവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തതെന്ന് വെച്ചാൽ മഴയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണല്ലോ. അത് മാത്രമല്ല തറയിലൊക്കെ ഇട്ട് അത്യാവശ്യം പൊട്ടത്തിലെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ വീണാലും പൊട്ടത്തിലെന്നൊക്കെയാണ് പറയുന്നത്. ആ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഗൈസ് ഞാനിത് ഈ ഫോൺ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പോട്ട് ഇനി വീഡിയോസ് വരുന്നതായിരിക്കും ഗൈസ്. നമ്മളെ ഡെയിലി ലൈഫിലെ വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തിടുന്നതായിരിക്കും ഗൈസ്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും മറക്കാതെ പറയുന്നൊരു ഡയലോഗ് മാത്രമാണ് ഗൈസ്. ഇനി മുമ്പോട്ട് ഞാൻ ഇത് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ അടുത്ത് പെരുന്നാൾ നടക്കുന്ന അവിടുത്തെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഫോൺ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.